ഇത് നമ്മൾ ദിവസം ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ ഇത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ബോഡി വന്ന് നല്ല കൂളിംഗ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഹെയർ നറിഷ്മെൻറ്റിന് വളരെ നല്ലതാണ്. ബിക്കോസ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കൂളിംഗ് എഫക്റ്റ് ഉള്ള ഒന്നാണ്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് നമ്മൾ എള്ള് കൊണ്ടുള്ള ഒരു ഉരുണ്ടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. ഹെൽത്തിയാണ് കേട്ടോ അത്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകാം. ഈ ഹെൽത്തി എള്ളുരുണ്ട തയ്യാറാക്കാനായി നമുക്കിത് എല്ലാം ഓരോ കപ്പ് എള്ള്, തേങ്ങ, പിന്നെ കാഷ്യൂനട്ട്, വെല്ലം, കറിവേപ്പില എല്ലാം സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിനി ഗ്യാസിൻ്റെ അടുത്തേക്ക് പോവാം. ഗ്യാസിൽ ഒരു പാൻ വയ്ക്കുക കേട്ടോ. വെച്ച ശേഷം നമ്മൾ അതൊന്ന് ചൂടാവട്ടെ. ബൈ ദ ടൈം ഇത് അരയ്ക്കാനുള്ള ഒരു മിക്സി ഒന്ന് എടുക്കുകയാണ് ഞാൻ കേട്ടോ. സോ അതിലേക്ക് ഇപ്പോൾ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് എള്ളാണ് ആദ്യം ഇടുന്നത് കേട്ടോ. അപ്പോൾ എള്ള് നമ്മൾ അടുത്തന്നെ നിന്ന് അതിനെ ഒന്ന് വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നല്ലോണം ആയിക്കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടും. ഓക്കെ, അപ്പോൾ എടുത്തിട്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുക കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ കാഷ്യൂനട്ടാണ് ഇടുന്നത്. അതിനെയും കൂടി ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്യുക കേട്ടോ. അടുത്തത് മാറരുത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. സോ കാഷ്യൂനട്ടും കൂടി നമ്മൾ എള്ളിൻ്റെ കൂടെ ചേർക്കുകയാണ്. അടുത്തത് നമ്മൾ നാളികേരമാണ് ഇടണം കേട്ടോ. നാളികേരവും തന്നെ അതിൻ്റെ കുറച്ചുള്ള ജലാംശമൊക്കെ ഒരുപാട് നാൾ ഇതിരിക്കും, കേടുവരാതിരിക്കാനാണ്. സോ അതിനെയും കൂടി ആ ബൗളിലേക്ക് ഇടണം. അടുത്തത് നമ്മൾ കറിവേപ്പിലയാണ് ഇടുന്നത് കേട്ടോ പാനിലേക്ക്. കറിവേപ്പില ഇടുമ്പോൾ നമ്മൾ ഒരുപാടൊന്നും വേണ്ട. ഒരു സ്പൂൺ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ്. അപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ചത് കേട്ടോ. നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റായിരിക്കും. ഓക്കെ, പിന്നെ കാഷ്യൂനട്ടിന് പകരം നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. ബദാം യൂസ് ചെയ്യുക, പിസ്ത യൂസ് ചെയ്യുക, അങ്ങനെ പിസ്ത, വാൾനട്ട്, അങ്ങനെ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അവൈലബിലിറ്റി ഏതാണോ അതിനനുസരിച്ച് ഇടുക കേട്ടോ. സോ കറിവേപ്പിലയും ഇപ്പം നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ ഒന്ന് കുത്തിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കുത്തിയിട്ട് ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളതിനെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. ഇതിപ്പോൾ നമ്മുടെ മിക്സിയിലിട്ട് അതിനെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞു. നമ്മളതിനെ അതേ ബൗളിൽ തന്നെ മാറ്റുകയാണ് കേട്ടോ. മാറ്റിയ ശേഷം അപ്പോൾ എല്ലാം നല്ല അരയാനൊന്നും വലിയ പാടില്ല, നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തതല്ലേ. എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ആ എള്ളിലത്തെ എണ്ണയൊക്കെ ഉണ്ടാവും, നല്ല വാസനയായിരിക്കും. ഓക്കെ, നല്ല എന്താ പറയുക, നല്ലൊരു സ്മെല്ലാണ്. പിന്നെ എള്ളിൻ്റെ എണ്ണ എല്ലാം കൂടി നമുക്ക് വേറെ എണ്ണയെ വേണ്ടി വരില്ല കയ്യിൽ തേക്കാൻ. അതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കതിനെ എടുത്ത് വയ്ക്കുക. പിന്നെ അത് കുറച്ച് നേരം വെച്ച് അതിൻ്റെ മിക്സിയിൽ അരച്ച ആ ചൂടൊക്കെ പോയ ശേഷം നമുക്ക് ആറി അതിനെ ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. എനിക്കിപ്പോൾ ഏകദേശം ഈ 50 ഗ്രാം വരുന്ന ഈ കപ്പിന് ഏകദേശം ഒരു 25 മുതൽ 30 വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. സോ ഇത് എല്ലാവരും ഒരു മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വയ്ക്കുക. കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ്. പിന്നെ അതിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാം നമുക്ക് നമ്മുടെ ഹെൽത്തിന് ആവശ്യമായതാണ് കേട്ടോ. സോ ഹാപ്പി കുക്കിംഗ്.